ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്സിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ ഒപ്പോ എൻകോ W11 ട്രൂലി വയർലെസ് ഹെഡ്ഫോൺ സെറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ്. നല്ലൊരു അടിപൊളി പാക്കറ്റിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് വൈറ്റ് കളറാണ്. ശരിക്കും ഇപ്പോൾ ഇവർ ഈ ഒപ്പോ ഇറക്കിയാണ് വൈറ്റ് കളറിൽ ഒരൊറ്റ കളർ മാത്രമേ ഇപ്പോൾ നിലവിൽ ഇവർ ഇറക്കിയിട്ടുള്ളൂ. ഈ സൈഡിൽ വന്നിട്ട് ഇവരെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ നോയ്സ് റെഡ്യൂസിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പിന്നെ വാട്ടർ റെസിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ടച്ച് സെൻസറിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ബാറ്ററിയുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഈക്വലൈസറിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ എഴുതിയിരിക്കുന്നത് കറക്റ്റാണോ ഇല്ല എന്നുള്ളതാണ് നമുക്കിത് തുറന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കറക്റ്റ് പാക്കിങ്ങിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അനങ്ങിയൊന്നുമില്ല, നല്ല സൂപ്പർ പാക്കിങ്ങിൽ തന്നെയാണ്. നല്ലൊരു അടിപൊളി ഡിസൈനിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നീക്കി നോക്കാം. ഇനി ഈ കേസിൻ്റെ അകത്ത് വേറെ എന്തുണ്ടൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വന്നേക്കുന്നത് ഒരു യൂസേഴ്സ് ഗൈഡാണ്. ഇതിനെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം. പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് സൈഡിൽ വന്നിട്ട് ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട് കേട്ടോ. അത് ഒരു പ്ലസ് പോയിന്റ് ആണ് ഇതിൽ. കാര്യം ഈ റേഞ്ചിൽ വരുന്ന മറ്റ് ബഡ്സുകളൊക്കെ അപേക്ഷിച്ച് ഇത് ബാക്കിയുള്ള കേസുകളിലൊന്നും കിട്ടാറില്ല. അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് കേട്ടോ. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോണുകളും ഈ ടൈപ്പ് സിയിലാണ് ഉപയോഗിക്കുന്നത്. മറ്റേത് പഴയ സിസ്റ്റം മാറിയല്ലോ. അപ്പോൾ ടൈപ്പ് സി തന്നെയാണ് ഇപ്പോൾ നമുക്ക് നല്ലത്. ഈ സൈഡിൽ വന്നിട്ട് എക്സ്ട്രാ കുറച്ച് ബഡ്സുകളാണ് ചെയ്യുന്നത്. നമ്മുടെ ചെവിയുടെ ഇതിനനുസരിച്ച് ചെറുതും വലുതും വെക്കാൻ പറ്റുക. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കേസ് ഒരു സ്ട്രോങ് കേസ് തന്നെ ഉണ്ട്. നല്ല കാണുന്നതിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ഉള്ള ഒരു കേസാണ്. ഒരു കേബിൾ ചാർജറിൻ്റെ പോർട്ടുണ്ട് ടൈപ്പ് സിയുടെ. നമുക്ക് ഈ സ്റ്റിക്കർ അങ്ങോട്ട് പൊളിച്ചു കളഞ്ഞേക്കാം. ഇത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് കണ്ടില്ല, ഇവിടെ ഒരു ഗ്രീൻ ഇൻഡിക്കേറ്റർ. ആകെ ഇതിൻ്റെ അകത്തുള്ള ഇൻഡിക്കേറ്റർ ഇത് മാത്രമേ ഉള്ളൂ. ഫുൾ ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഇൻഡിക്കേറ്ററും, ഒരു ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജും, റെഡ് ആണെങ്കിൽ വളരെ ലോയും. അതാണ് ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വേറെ ഒരു ഇൻഡിക്കേറ്ററും നമ്മുടെ ബഡ്സിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഒന്നുമില്ല. ഈ ഒരു ഇതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കേസ് വന്നിട്ട് കണ്ടില്ല, നല്ല ഒരു സ്ട്രോങ് കേസ് തന്നെയാണ് കേട്ടോ. ബിൽഡിംഗ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ഒരു കേസ് തന്നെയാണ്. അതുപോലെ ഇതുണ്ട്, ഈ സൈഡിൽ കാണുന്ന ഇവിടെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ചാർജ് ചെയ്യുന്ന പോർട്ടുകൾ ഇത് കാണുന്നതാണ് ചാർജ് ചെയ്യുന്നത്. നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ പവറും നമ്മൾ കണ്ടില്ലേ, ഇടുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തെടുക്കുന്നത്. നല്ല പവറുള്ള ഒരു മാഗ്നറ്റ് തന്നെയാണ്. അതൊക്കെ ഓവറോട് നല്ലൊരു അടിപൊളി ഒരു ഡിസൈനിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ്, ഈ നമ്മുടെ ബഡ്സ് കണ്ടില്ലേ, കാണാൻ തന്നെ ഒരു രസമുണ്ട്. ഇതിൻ്റെ ബഡ്സിൻ്റെ വെയിറ്റ് വന്നിട്ട് 4.4 ഗ്രാമാണ് കേട്ടോ വരുന്നത്. ഇത് 35.5 ഗ്രാം കേസിൻ്റെ വെയിറ്റും വരുന്നുണ്ട്. ഈ IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഹെഡ്സെറ്റ് ആണ്. നമ്മൾ വാട്ടർ റെസിസ്റ്റന്റ് ആണെന്നും പറഞ്ഞ് ഫുൾ ഭയങ്കര ഒരു മഴയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കേടായി പോകും. അങ്ങനെ ഒന്നുമല്ല, ചെറിയ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ നിർത്തി ചെറിയതായിട്ട് വേർപ്പൊക്കെ ഇറങ്ങിയാലും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അധികം ഫീൽ ചെയ്യില്ല. ഈ കേസിൻ്റെ അകത്തുള്ള ബാറ്ററി 400 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓരോ ബഡ്സിൻ്റെ അകത്ത് 40 mAh ബാറ്ററി വെച്ച് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് 2 മണിക്കൂർ ഇത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ് ആവും കേട്ടോ. ഫുൾ ചാർജ് ആവും. 5 മണിക്കൂർ നമുക്കിത് ഈ ബഡ്സ് 5 മണിക്കൂർ പാട്ട് കേൾക്കാം. 50% വോളിയത്തിൽ നമുക്ക് പാട്ട് കേൾക്കാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ചാർജിങ് കേസിൽ 20 മണിക്കൂർ ചാർജ് നിൽക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 5 മണിക്കൂർ ഉപയോഗിച്ച് ഓരോ ഹെഡ്സെറ്റിലും 5 മണിക്കൂർ ഉണ്ടാവും കേട്ടോ. ഈ 5 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ സെറ്റിൻ്റെ അകത്ത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 4 പ്രാവശ്യം നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് 20 മണിക്കൂറത്തെ ചാർജിങ് എക്സ്ട്രാ ഉണ്ടാവും. അത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരുന്നുള്ളൂ.
പിന്നെ ഇതിന്റെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് ഇപ്പൊ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൺ ഇപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീടിന്റെ എവിടെയെങ്കിലും എവിടെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും 10 മീറ്റർ വരെ നമുക്ക് ഇത് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് കേട്ടോ, അതിന്റെ റേഞ്ച് കിട്ടുന്നത്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. നമുക്കിപ്പോ വീടിന്റെ എവിടെ വേണമെങ്കിലും ഫോൺ വെച്ച് വീടിന്റെ എവിടെ പോയി നമുക്ക് വേണമെങ്കിലും ഹെഡ്ഫോൺ വെച്ച് സംസാരിക്കാം. അത് നല്ലൊരു ഫീച്ചറാണല്ലേ. അതുപോലെ ഇതിപ്പോ നമുക്ക് ഫോൺ ഇപ്പൊ ഒരു കണക്ട് ചെയ്ത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ 1 ടച്ച് ആണ്. ഇതിപ്പോ ഒരു കോള് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെന്നാണെങ്കിലും 2 പ്രാവശ്യം പ്രസ് പയ്യെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൾ കണക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ പ്ലേ ആവും. അതുപോലെ പൗസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ അടുത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മൾ ഇത് 3 പ്രാവശ്യം ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഫോണിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും. നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഉപയോഗിച്ചതിൽ എന്റെ നല്ല ബാസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഈ ഡിവൈസ് എടുക്കരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഒരു സാധാരണ നമ്മ കോൾ കണക്ട് ചെയ്യാനും കോൾ സംസാരിക്കാനും അങ്ങനെയുള്ള ഉപയോഗത്തിന് മാത്രം ആദ്യം മ്യൂസിക്കുകൾ ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ ബാസ് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഈ ബഡ്സ് പോയി എടുക്കരുത്. കാര്യം ഒരു മിഡിൽ റേഞ്ചിലുള്ള ആ റേഞ്ചിന് കിട്ടുന്ന ഒരു ഹെഡ്സെറ്റാണിത്. അപ്പൊ ഞാൻ ഇത്രേ പറയുള്ളൂ. ബാക്കി ഓവറോൾ എന്നൊക്കെ വെച്ചാൽ ഇതിന്റെ നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ആവശ്യത്തിന് അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യും. അതുപോലെ നമ്മുടെ ചെവിയിൽ നല്ലപോലെ തന്നെ ഇത് ഫിറ്റ് ആവുകയും ചെയ്യും. അത് നല്ലൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, അടിപൊളി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇത് പെർഫെക്റ്റ് ആണ്. വോയിസിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ ബാസിന്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കി ഓവറോൾ വെച്ച് നോക്കാവുന്നത് 2500 രൂപയ്ക്ക് ഇത് നല്ലൊരു ഹെഡ്സെറ്റ് തന്നെയാണ്. എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു സ്ട്രോങ് ബിൽഡിംഗ് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. എല്ലാ ഭാഗവും പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ഓക്കെ.